Mexico! Mexico! Hi friends, welcome back to Zack's Varieties. വത്തിക്കാൻ നമ്മുടെ മാർപ്പാപ്പനെ കാണാൻ പോവാണ്. അത് ആഴ്ചയിൽ ഒരു ദിവസം മാർപ്പാപ്പ പൊതുജനങ്ങളുടെ അടുത്ത് വരും. അപ്പൊ ആ ഒരു ദിവസം കണക്കാക്കിട്ട് നമ്മൾ പോകണം. അപ്പൊ മാർപ്പാപ്പ നമ്മൾ കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്, വത്തിക്കാൻ. ഞാനിപ്പോൾ ഉള്ളത് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമായ വത്തിക്കാനിലാണ്. ഈ വത്തിക്കാൻ എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പരമാധികാര രാഷ്ട്രമാണ് വത്തിക്കാൻ നഗർ എന്ന് പറഞ്ഞത്. കത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണ് ഇത്. പിന്നെ 44 ഹെക്ടർ വിസ്തീർണവും വെറും 800 പേർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. തലസ്ഥാനം വത്തിക്കാൻ സിറ്റി എന്നാണ് പറയുക. ഈ ഇറ്റലി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇറ്റലി. അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കേണ്ട ദൂരം ഒക്കെ ഒരേ ഇതിനുള്ളിൽ തന്നെ ആയിട്ട് തോന്നും നമുക്ക്. അപ്പോൾ ഇവിടെ വത്തിക്കാൻ സിറ്റിയിൽ ചില സ്ഥലങ്ങളെയൊക്കെ വീഡിയോ നമുക്ക് നിരോധിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഒരു പരിസരവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഇന്നത്തെ ദിവസം ബുധനാഴ്ചയാണ്. ബുധനാഴ്ചൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വത്തിക്കാനിൽ ഇപ്പോൾ ആളുകളൊക്കെ കൂടിയിരിക്കുന്നുണ്ടല്ലേ. നമ്മളെ മാർപ്പാപ്പ ഇതിലെ ജീപ്പിലൂടെ ഇങ്ങനെ ഭയങ്കര സെക്യൂരിറ്റിയിൽ പൊതുജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ആ ഒരു യാത്ര നമുക്ക് ഇങ്ങനെ കാണാം. ഇപ്പം സമയം ഇവിടെ രാവിലെ 9 മണിയാണ്. Mexico! 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 Aus der Republik Österreich, Vinzenzgemeinschaft St. Jakob, Pilger aus Feuerwand und Wegen, Schülerinnen, Schüler, Lehrer und Benediktinergymnasium St. Blasius zu antworten. Aus der Schweizerischen Eidgenossenschaft, Pilger aus Bau, die Migranten aus folgenden Vereinen: Heilige Heiligkeit Jünger, St. Mauritius Engel, St. Josef Braun, St. Margaretenpreis. Aus dem Fürstentum Liechtenstein, Pilgergruppe aus dem Kloster Good morning.
And a warm welcome to all the English speaking visitors and pilgrims to today's audience with Holy Father. Among those present today are the following groups. From England, pilgrims of the parishes of St. Edward's and St. Mark's, Windsor. From Scotland, members of the Catholic Women's Guild from St. Patrick's, Shropps. From Denmark, students and teachers from Vårturskolan and Nästved. From Finland, students from the Intela Tapio. St. Raphael, El Paso, Texas. St. Pius X, Norfolk, Virginia. Members of the Church of the Epiphany Choir, Coon Rapids, Minnesota. Pilgrims from Austin, Texas. Students and staff from St. John's University, Queens, New York. മാർപ്പാപ്പ ഈ ഒരു പരിസരത്ത് കൂടി ജീപ്പിൽ കറങ്ങി ചെന്ന് അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. അത് ദൂരമുള്ളവർക്ക് ടി വിയിലും കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പരിപാടി തീരും. പിന്നെ എല്ലാവരും ജനങ്ങളെ കൊഴിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ അകത്തുള്ള പള്ളികളൊക്കെ നമുക്ക് സന്ദർശിക്കാം. പിന്നെ മാർപ്പാപ്പ എന്നിട്ട് മാർപ്പാപ്പൻ്റെ വീട്ടിലേക്ക് മുകളിൽ പോകും. പിന്നെ ജനലിൻ്റെ മുകളിൽ നിന്ന് മൂപ്പരൊരു കൈ വീശി കാണിക്കും. ഇപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് മാർപ്പാപ്പൻ്റെ ജീപ്പിലൂടെയുള്ള യാത്രയാണ്. ഞാൻ കുറേ നേരത്തെ തന്നെ വന്നതാണ്. ഇവിടെ വേലിക്കെട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നെങ്കിലുള്ളൂ നമ്മളെ മാർപ്പാപ്പ പോകുന്നത് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് തിരക്കുട്ടി നേരത്തെ വന്നത് അവിടെ. അങ്ങ് ദൂരെ ഒരു സ്റ്റേജ് ഉണ്ടല്ലേ, ആ സ്റ്റേജിൽ നിന്നിട്ടാണ് നമ്മുടെ മാർപ്പാപ്പ പ്രസംഗിക്കുക. അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സംഭവം. ഇപ്പോൾ സ്ക്രീനിൽ കാണാം നമുക്ക്. Però possiamo comprendere in maniera un'altra. Comunque si comprenda il testo, dobbiamo includere che sia il protagonista della tentazione e che l'uomo non è un cammino dell'uomo. Come se Dio stesse in ammato per prendersi ed eternamente l'interpretazione di questo genere contrasta anzitutto con il testo stesso. Il Padre nostro incomincia in maniera serena, di farsi spiegare il progetto di Dio si possa compiere intorno a noi. Poi si tenta un sguardo sulla vita e si fa domandare ciò perché Dio non può essere tanto per male e desideri della natura. Si domani dai, si parla non è l'autore del romano, ma il figlio che chiede da una nella vita dell'uomo non ha che comportare per possa essere un Dio che non si comparte per noi. E in questo senso che preghiamo. In questi due momenti, la prova e la tentazione, sono stati misteriosamente presenti nella vita di Gesù Cristo. Questa esperienza di figlio di Dio si è fatta completamente in un fratello, in una
maniera che sfiora lo spazio. E sono proprio questi brani evangelici a dimostrarci che le invocazioni più difficili del Padre nostro, quelle che chiudono il tempo, sono già state esaudite. Dio non ci ha lasciato soli, ma in Gesù Egli si manifesta come Dio con noi fino all'estremo sequenza. Con noi nella vita, è con noi durante la vita, è con noi nella gioia, è con noi nelle prove, è con noi nelle tristezze, è con noi nelle sconfitte, noi pecchiamo, ma sempre è con noi, perché Padre non può abbandonarci. Se siamo tentati di compiere il male, negando la fraternità con gli altri e desiderando un potere assoluto su tutto e tutti, Gesù ha già combattuto per noi in questa tentazione, battestano una pagina della vita. Subito dopo aver ricevuto dal Tempio della pagina, diventa la paura dei peccatori e Gesù si richiede a destra. മാർപ്പാപ്പൻ്റെ പ്രസംഗം കഴിഞ്ഞു. ഇപ്പം എല്ലാവരും പിരിഞ്ഞു പോലും തുടങ്ങി. ഇനി ഇതിനുള്ളിലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ പോകണം. എന്താ സാറേ? പ്രേം നായർ ഹൈക്കോടതിയിലുള്ള കോഴിക്കോടുകാരനാണോ? ഇവിടുത്തെ പോലീസുകാർ കുതിരപ്പുറത്താണ് ഇങ്ങനെ സഞ്ചരിക്കുക. ഇപ്പം ഇറ്റലിയിലെ തെരുവിലൂടെ നടക്കുകയാണ്. ഇവിടെ ഒരു കുറച്ച് ഉയരത്തൊരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. റോഡൊക്കെ കണ്ടില്ല, നല്ല കട്ട കരിങ്കല്ലിൻ്റെ അതാണ്, ടാർ ചെയ്ത് കല്ലാണ്ടല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതെല്ലാം ഉയരത്തിലാണ്. ഇവിടുന്ന് നോക്കി ആ ഭാഗം വത്തിക്കാൻ, ഇവിടെ ഇറ്റലീൻ്റെ ഭാഗമാണ്. ഇവിടെ അങ്ങനെ കുറേ ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പരിസരവും കാര്യങ്ങളൊക്കെ നമുക്കൊന്നിങ്ങനെ സന്ദർശിക്കാം. ഇത് വെച്ച് ഹൈറ്റ് കൂടിയ ഭാഗത്താണ് നിൽക്കുന്നത്. പഴയകാല കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്.
ഇപ്പം ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നതാണ്. നേരത്തെ മുകളിൽ നിന്ന് ഇപ്പം താഴ്ന്ന് മുകളിലേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇറ്റലിയിൽ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അതാ തോന്നുന്നു ഇറ്റലിക്കൊരു വൃത്തിയും വെടുപ്പില്ലാത്ത യൂറോപ്പിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാൻ അണ്ടർഗ്രൗണ്ടിലാണ്. നമ്മളെ ബസ് ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം 12:30 മണിയായിരിക്കുന്നത്. ഞങ്ങൾ ബസ്സിന് വന്നിട്ട് ഈ ഭാഗത്തൊരു കോട്ട പോലത്തെ ഒരു സംഭവമുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ ഇറ്റാലിയൻ പിസ്സ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ പാട്ടുണ്ടാവും എന്ന് പറഞ്ഞു നമ്മളെ ഗൈഡ്. നമ്മളപ്പം പാട്ടിങ്ങനെ പാടി വരുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ സമയം 1:40 തിരിച്ച് നമ്മൾ വത്തിക്കാനിക്ക് തന്നെ വന്നതാണ്. ഇതിൻ്റെ ഉത്ഭാവം ഒന്നും നേരത്തെ കണ്ടിട്ടില്ല, തിരക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭാവമൊക്കെ കാണാൻ പോവുകയാണ്. ഇനി വീഡിയോൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഇതാണ് നമ്മളെ ഗൈഡ്. ഇത് മാർപ്പാപ്പ നേരത്തെ കയറി എന്ന് പ്രസംഗിച്ച ആ ഒരു സ്റ്റേജാണിത്. അപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് ഇവിടെ തൊപ്പി ഇടാൻ പറ്റില്ല, ചില സ്ഥലത്ത് വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പം നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ കാണാം. നമ്മളാൾക്കാരവിടെ പോയി
ഇപ്പം സമയം 3:15. ഇവിടെ മാർപ്പാപ്പൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരുന്നിട്ടുള്ള ആ കസേരകളാണ് ഈ ഭാഗത്തുള്ളത്. അതിൻ്റെ ബാക്കിലായിരുന്നു പിന്നെ ഞാൻ നിന്നത്. ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിലൊന്നും നമുക്ക് എത്തി കിട്ടൂല. അതൊക്കെ നേരത്തെ തന്നെ ആൾക്കാരോടൊന്ന് സീറ്റ് പിടിച്ചിരുന്നു. ഇതാണ് ആ കസേരകൾ ഇവിടെയാണ്. പൊക്കെ കാലിയെ കിടക്കുന്ന ആരുമില്ല. ആ സ്റ്റേജാണ് ആ കാണുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, എൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ നേരത്തെ വീഡിയോ എടുത്തിരുന്നത്. ഇവിടുത്തെ കുറച്ച് സ്റ്റിൽ ഫോട്ടോസ് കാണാം നമുക്ക്. അപ്പോൾ ഇനി ഇവിടുന്ന് മടങ്ങുകയാണ്. നേരെ എയർപോർട്ടിലേക്കാണ് നമ്മളുടെ യാത്ര. മിലൻ എയർപോർട്ട്. അവിടുന്ന് ഇനി നേരെ ഒമാൻ വഴി കൊച്ചിയിലേക്ക്. ഇറ്റലിയിലെ മിലാൻ മാൽപെൻസ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ് എയർപോർട്ട്. അപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസൊക്കെ കിട്ടിയിട്ട് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി നേരെ ഒമാനിലേക്കാണ് ഇനി പോകുന്നത്. പിന്നെ ഒമാനിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക്. അങ്ങനെ ഒമാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എയർപോർട്ടിൻ്റെ അകത്താണ്. കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. കൊച്ചിയിലെത്തി നമ്മൾ ആന. ഇനി ലഗേജായിട്ട് നേരെ സ്വന്തം വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.